ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ താൻ രാജ്യത്വം പ്രാപിച്ചു കഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. 1 രാജാക്കന്മാർ 3 അധ്യായം അതിൻ്റെ 9, 10 വാക്യങ്ങളാണിത്. തൻ്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. വിവേകമുള്ളൊരു ഹൃദയം വേണം ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യുവാൻ താൻ പ്രാപ്തനല്ല. എന്നാൽ തന്നെ പ്രാപ്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വിവേകവും സഹായവും തനിക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഇത്രമാത്രം ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച ശലോമോന് അവൻ പ്രാർത്ഥിക്കാത്തതും കൂടെ ദൈവം നൽകി. അവൻ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവുമെല്ലാം അവന് നൽകി. അവൻ വളരെ ഉന്നതനായിട്ട് വിവേകമുള്ള രാജാവായിട്ട് ഭരിച്ചു. ശലോമോനേക്കാൾ വിവേകമുള്ള ഒരു രാജാവ് പിന്നീട് ഉണ്ടായിട്ടില്ല. ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്നവൻ. ജനങ്ങൾക്ക് പോലും അത് മനസ്സിലായെന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ മേലുണ്ടെന്ന് മറ്റുള്ളവർ കാണുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ മുമ്പോട്ടുള്ള യാത്രയിൽ തനിക്ക് സംഭവിച്ചത് ഒരു പരാജയമായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പല രാജാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായി. പല രാജ്യങ്ങളിൽ നിന്നും അവരുടെയൊക്കെ മക്കളെ താൻ വിവാഹം കഴിച്ചു. അന്യ ദേവന്മാരെ സേവിക്കുന്ന പല സ്ത്രീകളെയും സ്നേഹിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിൻ്റെ അവസാനം അന്യദേവന്മാരിലേക്ക് വശീകരിച്ച് അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ഒരു ഏകാഗ്രമായ ഹൃദയത്തോടെ അവസാനം വരെ താൻ ഭരിക്കുവാൻ ഇടയാകാതെ പോയി. അത് തൻ്റെ ബന്ധങ്ങൾ താൻ സ്ഥാപിച്ചതനുസരിച്ചാണ്. അതുകൊണ്ട് ശലോമോൻ രാജാവിൻ്റെ കാലശേഷം തൻ്റെ മകൻ്റെ കാലത്ത് രാജ്യം 2 ഭാഗിക്കപ്പെടുകയും 10 ഭാഗം ഇസ്രായേൽ എന്നും 2 ഭാഗം യഹൂദ എന്നും അറിയപ്പെടുകയും 2 രാജാക്കന്മാർ അവരെ ഭരിക്കുകയും ചെയ്തു പോന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ആരംഭം മുതൽ മുമ്പോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും നാം തെറ്റിപ്പോയിട്ടുണ്ടോ? നമ്മളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിട്ടാണോ ഇരിക്കുന്നത്? അതോ ഏകാഗ്രത മാറിപ്പോയോ? നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നമുക്കും പ്രാർത്ഥിക്കാം, വിവേകമുള്ളൊരു ഹൃദയം തരണം. ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഓഫീസിൽ, ഞാൻ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ വിവേകമുള്ളൊരു ഹൃദയത്തോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ആഗ്രഹം അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന പ്രസാദകരമായി സ്വീകരിച്ച് നമുക്ക് മറുപടി നൽകും. അതിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കും.